ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ച MV ഗോവിന്ദൻ ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്, അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കുമെന്നും MV ഗോവിന്ദൻ ന്യൂസ് 18നോട്. കാസർഗോഡ് ഇനി ജാഥാകാലം. CPMന്റെ വികസന മുന്നേറ്റ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ഫെബ്രുവരി 1-ന്. ഫെബ്രുവരി 6-ന് VD സതീശന്റെ പുതുയുഗയാത്ര കുമ്പളയിൽ നിന്ന്. BJPയുടെ ജാഥയും ജില്ലയിൽ നിന്ന്. നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുകളിലാണ് തിരുനാവായ മഹാമാഘം നടക്കുന്നതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ. എത്തുന്ന ആളുകളുടെ സംരക്ഷണ ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സ്വാമി ആനന്ദവനം ന്യൂസ് 18നോട്. ധർമ്മം നശിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അധികാരത്തെ ധാർമ്മികമായിട്ട് മാർഗനിർദ്ദേശങ്ങളിലൂടെ നിയന്ത്രിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് മാഘവും കുംഭവും. അപ്പം അങ്ങനെ സാമാജികമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധാർമ്മികമായിട്ടുള്ള മാർഗദർശനങ്ങൾ ഭാവിയിലുള്ള മാഘകാലങ്ങളിൽ ഇവിടുത്തെ വിദ്വാന്മാരിൽ നിന്നും ധാർമ്മികാചാര്യന്മാരിൽ നിന്നുണ്ടാകും. 2028 തിരുനാവായയിൽ മഹാകുംഭമേള. അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ NCPയിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവം. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്ന് സുനിത്ര പവാറിനോട് നേതാക്കൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏറ്റെടുക്കണമെന്ന ആവശ്യം. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ US-ന്റെ യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. US-നും ഇസ്രായേലിനും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ. PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. അന്ത്യം പുലർച്ചെ കോഴിക്കോട് തിക്കോടിയിലെ വീട്ടിൽ. യുക്രൈൻ പ്രസിഡന്റിനെ സമാധാന ചർച്ചകൾക്കായി ക്ഷണിച്ച് റഷ്യ. സെലൻസ്കിയെ പുടിൻ കണ്ടേക്കും. അതിശൈത്യം കണക്കിലെടുത്ത് ഒരാഴ്ച വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചുവെന്ന് ട്രംപ്. കാര്യവട്ടത്ത് ക്രിക്കറ്റ് ആവേശം. 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഇന്ത്യ ന്യൂസിലൻഡ് ടീമുകളെത്തി. കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ വൈകിട്ട് പരിശീലനം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന അന്താരാഷ്ട്ര മത്സരം നാളെ വൈകിട്ട് 7-ന്.